ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത സമ്മേളനത്തിൽ പ്രമേയം. രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായ ആശയമാണ്. മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുന്നു. പാൻ ഇസ്ലാമിക് തീവ്ര ചിന്തയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നു. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, രൂക്ഷമായ വിമർശനമാണ് ഈ പ്രമേയത്തിൽ പറയുന്ന മറ്റ് വിശദാംശങ്ങളിലേക്ക്. തീർച്ചയായും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ ഇസ്ലാം എന്നത് അപകടകരമായിട്ടുള്ള ആശയമാണ്. മൗദൂദി ചിന്ത യുവാക്കളെ വഴിതെറ്റിക്കുന്നു. പാൻ ഇസ്ലാമിക് തീവ്ര ചിന്തയ്ക്കെതിരെ സമൂഹത്തിൽ ജാഗ്രത വേണം. ഇത്തരം വിഘടന ചിന്തകളെ പ്രതിരോധിക്കണം, അത് തിരിച്ചറിയണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രമേയത്തിലൂടെ സമസ്ത ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ജാഥയുടെ തുടക്ക ദിനത്തിൽ തന്നെ വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചാൽ അവരുടെ പിന്തുണ സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. അതേ ദിവസം തന്നെയാണ് സമസ്ത ഇപ്പോൾ ഈ ഇത്തരം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നത് അതിലെ രാഷ്ട്രീയ പ്രാധാന്യം എന്തായാലും വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നേരത്തെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിക്കുന്ന ഘട്ടത്തിലും അതിൽ എതിർപ്പുമായും വിയോജിപ്പുമായും സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ രംഗത്ത് വന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ വീണ്ടും അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ സമസ്തയുടെ ഭാഗമായി അതിൽ വിമർശനമായി ഇത്തരം കാര്യങ്ങൾ വരുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർ ചർച്ചകൾക്കും അത് വഴിയൊരുക്കുകയും ചെയ്യും. അതെ, തുടർ ചർച്ചകൾക്കും അത് വഴിവെക്കും എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.